പതിവ് പോലെ ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരുന്ന പ്രദേശവാസികൾ അവിടുത്തെ കുളത്തിനടുത്തേക്ക് അസാധാരണമായ രൂക്ഷഗന്ധം വമിക്കുന്നത് കണ്ടാണ് അങ്ങോട്ട് ചെന്നത്. ചെന്നു നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. എന്താണ് ആ കുളത്തിലുണ്ടായിരുന്നത്? സത്യത്തിൽ അത് ദിവസങ്ങൾ പഴക്കമുള്ള ആരുടെയോ ഒരു മൃതദേഹമായിരുന്നു. കാലുകൾ കുളത്തിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മൃതദേഹം. ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുന്നു. ഒരു തുമ്പുമില്ല, കാരണം മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതേ പരിസരത്ത് നിന്നും ഒരു പൂച്ചയുടെ മൃതദേഹം കണ്ടെത്തുന്നു. എന്നാൽ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പൂച്ച മൂലമാണ് ഇതാരാണ് കൊല്ലപ്പെട്ടതെന്നും ആരാണ് കൊന്നതെന്നും പോലീസ് പിന്നീട് കണ്ടെത്തുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറിയ കൊലപാതക അന്വേഷണ കഥ. രണ്ടായിരത്തി ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിൽ പത്തിയൂർപ്പാടത്തെ കുളത്തിൽ നിന്നുമാണ് ഒരു യുവതിയുടെ മൃതദേഹം പൊങ്ങി നിൽക്കുന്ന നിലയിൽ അവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. വയറ് കുത്തിക്കേറി കുടൽമാലയെല്ലാം പുറത്തു വന്ന നിലയിലാണ് മൃതദേഹമുള്ളത്. മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ കല്ലുകൊണ്ട് കെട്ടിയതാവും ഇങ്ങനെ. എന്തായാലും ഉടുത്തിരുന്ന സാരി വെച്ചാണ് മൃതദേഹങ്ങളുടെ കാൽപാദങ്ങൾ കെട്ടിയിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസുകാരും നാട്ടുകാരും എല്ലാം അവിടെ എത്തുന്നുണ്ട്. അന്വേഷണത്തിനായി ചുമതലയുണ്ടായിരുന്നത് അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഹരികൃഷ്ണൻ സാറിനായിരുന്നു. മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. കുളത്തിന് സമീപത്ത് സംശയകരമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കുളത്തിനടുത്തേക്ക് വരുന്ന സ്ഥലത്ത് ഒരു സർപ്പക്കാവുണ്ട്. കാവിന് സമീപത്ത് എന്തോ ചത്ത ചീഞ്ഞ മണം അനുഭവപ്പെട്ടതിനാൽ പോലീസ് അവിടെയും പരിശോധിച്ചു. ഒരു പൂച്ച ചത്തു കിടക്കുന്നതായിരുന്നു അത്. പ്രാഥമികമായി സ്ത്രീയുടെ മരണവുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഈ പൂച്ചയായിട്ടില്ല. എന്നാൽ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെ പൂച്ചയുടെ മൃതദേഹത്തിനും ഉണ്ടായിരുന്നതെന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനിൽ ചില സംശയങ്ങൾ ഉണർത്തിയത്. സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് ആളുകളിൽ ഒരു കൗതുകവും സംശയവും ഒക്കെ ഉണർത്തി. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൂച്ചയ്ക്ക് വേണ്ടി മഹസർ എഴുതിയത് തന്നെ. പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഫോറൻസിക് സർജൻ വിസമ്മതിച്ചു. തുടർന്ന് ഒരു വെറ്റിനറി സർജനാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊലപാതകയിലേക്കുള്ള ഒരു ലീഡ് തന്നെയായിരുന്നു പൂച്ചയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചത്. കാരണം സ്ത്രീയുടെ ആമാശയത്തിൽ നിന്ന് ലഭിച്ചതും പൂച്ചയുടെ ആമാശയത്തിൽ നിന്ന് ലഭിച്ചതും ഒരേ വിഷം തന്നെയായിരുന്നു. ഫ്യൂരിഡാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഷം. ഏകദേശം ആ സ്ത്രീയും പൂച്ചയും മരിച്ചതും ഒരേ സമയത്ത് തന്നെയായിരുന്നു. അതോടെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീയെ കുളത്തിൽ കെട്ടിത്താഴ്ത്തിയതാണെന്ന് മനസ്സിലായി. സ്ത്രീ ആരാണെന്നും ആരാണ് അവരെ കൊലപ്പെടുത്തിയതെന്നുമായി ഇനി അടുത്ത ചിന്ത. അവർ കഴിച്ച അതേ ഭക്ഷണം പൂച്ചയുടെ വയറ്റിൽ എങ്ങനെ എത്തി എന്ന ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണർന്നു. സ്ത്രീ ആരാണെന്ന് അന്വേഷണ ഫലം കാണാതായതോടെ അദ്ദേഹം പൂച്ചയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ എന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയ തിയറിയാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. പൂച്ചയുടെ ഉടമയാകും കൊലയാളിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. ചത്ത പൂച്ചയുടെ ഫോട്ടോയും കൊണ്ട് അദ്ദേഹം നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി. എന്നാൽ നാട്ടുകാരുടെ ഇടയിൽ ഇത് കൗതുകമുണർത്തി. പോലീസുകാർക്ക് വട്ടാണെന്ന് വരെ നാട്ടുകാർ പറഞ്ഞു. ചത്തു ചീഞ്ഞ പൂച്ചയുടെ ഫോട്ടോ നോക്കിയാൽ ഏതാണ്ട് എല്ലാ പൂച്ചയും ഒരുപോലെ ആയിരിക്കുമല്ലോ. ജീവനുള്ള പൂച്ചകളെ പോലും പരസ്പരം തിരിച്ചറിയാനാകില്ല. അപ്പോഴാണ് ചത്ത പൂച്ച. വെറുതെ അല്ല ഇവന്മാരെ കിർക്കന്മാരെന്ന് വിളിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളിയാക്കലുകളെല്ലാം പോലീസ് കേട്ടു. പക്ഷേ അദ്ദേഹം ഇതൊന്നും കാര്യമാക്കിയില്ല. ആ പരിഹാസങ്ങളെല്ലാം പെട്ടെന്നാണ് അവസാനിച്ചത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ തങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കാണാനില്ലെന്നും നിറവും പാടും എല്ലാം കണ്ടാൽ ഏകദേശം ഇതുപോലെ ഇരിക്കുമെന്നും ഉത്തരം ലഭിച്ചു. പൂച്ച ചത്തുപോയ കാര്യമൊന്നും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നുവെന്ന് സംശയിക്കുന്നതിൻ്റെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പൂച്ചയെ കാണാതായതെന്ന് വീട്ടുകാർക്ക് ഓർത്തെടുക്കാൻ സാധിച്ചു. അതോടെ പൂച്ച ഈ വീട്ടിലേത് തന്നെ എന്ന് ഏകദേശം ഉറപ്പായി. പൂച്ച താമസിച്ചിരുന്ന വീടിന് പരിസരങ്ങളെല്ലാം പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തിയെങ്കിലും സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്താനായില്ല. വീട്ടുകാർക്കും ഈ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി. ഇതോടെ ചുറ്റിലുമുള്ള എല്ലാ വീടുകളിലേക്കും പോലീസ് നിരീക്ഷണം നീണ്ടു. ആ വീടുകളിലെല്ലാം അംഗങ്ങളുടെ പെരുമാറ്റങ്ങളെല്ലാം സാധാരണമായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജലാലുദ്ദീൻ എന്നയാൾ പല നാടുകളിൽ സഞ്ചരിച്ച് പാത്രങ്ങൾ കച്ചവടം നടത്തി വന്നിരുന്ന ആളായിരുന്നു. പോലീസിന് ഇയാളെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ യാത്രയിലായിരുന്നു. ഇയാളുടെ ഫോൺ നമ്പറിലേക്ക് ഹരികൃഷ്ണൻ ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടെ ഹരികൃഷ്ണൻ കൂടുതൽ സംശയങ്ങളുണ്ടായി. ജലാലുദ്ദീനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ താൻ നിൽക്കുന്ന യഥാർത്ഥ സ്ഥലം മാറ്റിയാണ് പറഞ്ഞിരുന്നതെന്ന് ഹരികൃഷ്ണൻ സാറിന് മനസ്സിലായി. ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അപ്പോഴേക്കും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുയർന്നിരുന്നു. കാരണം കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലും പോലീസിന് അതുവരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള പരിശോധനയിൽ അയാൾ വീട്ടിലെത്തിയത് തിരിച്ചറിഞ്ഞ പോലീസ് അവിടെ നിന്ന് തന്നെ അയാളെ പിടികൂടി.
വിശദമായി ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനി കഥയിലേക്ക് കിടക്കാം. പാത്രക്കച്ചവടത്തിനായി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാൾ കൊല ചെയ്ത സ്ത്രീയെ പരിചയപ്പെട്ടത്. കരിയിലക്കുളങ്ങരയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് കരുവാറ്റ. അവരുമായി ആദ്യം സൗഹൃദത്തിലും പിന്നീട് പ്രണയത്തിലുമായ ഇയാൾ അവരുടെ ആഭരണങ്ങളും മറ്റും വാങ്ങിവെക്കുകയായിരുന്നു. ഈ പൈസ മുഴുവൻ ദൂരത്തിനായി ഇദ്ദേഹം ചിലവഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ആഭരണങ്ങളെല്ലാം തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അതോടെ സ്ത്രീയെ കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിച്ചു. ആഭരണങ്ങൾ നൽകാമെന്ന് വാക്ക് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് കറങ്ങി നടന്ന ശേഷം രാത്രിയോടെ കായംകുളത്ത് വന്ന ഇവർ കൃത്യം നടന്ന പാടത്തെത്തി. ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സ്ത്രീ അവിടെ ഇരുത്തി ഇയാൾ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന ഭക്ഷണത്തിൽ ഫ്യൂരിഡാൻ കലർത്തുകയും ചെയ്തു. പാടത്തിരുന്ന് തന്നെ അത് കഴിച്ച സ്ത്രീ അത് തീരും മുൻപ് തന്നെ ഛർദ്ദിച്ച് മരിച്ചു വീഴുകയും ചെയ്തു. തുടർന്ന് ഇവരുടെ മൃതദേഹത്തിൻ്റെ വയറ് ഒരു കത്തി ഉപയോഗിച്ച് കീറുകയും പാദങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടുകയും ചെയ്ത ശേഷം ദേഹത്ത് വേലിക്കല്ല് കെട്ടി കുളത്തിലെറിയുകയായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതിയുമായി പോകുന്ന ജലാലുദ്ദീന് പിന്നാലെ പൂച്ചയും കൂടിയത് ഇയാൾ അറിഞ്ഞില്ല. സ്ത്രീ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയും അവരുടെ ഛർദ്ദിലും എല്ലാം കഴിച്ച പൂച്ചയുടെ ശരീരത്തിലും ഫ്യൂരിഡാൻ കലർന്നിരുന്നു. കുറ്റം പ്രതി സ്വയം ഏറ്റുപറഞ്ഞതോടെ അന്വേഷണ സംഘം പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ചു. 4 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അഡീഷണൽ സെഷൻ കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ജലാലുദ്ദീൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. പൂച്ചയുടെ വഴിയിലൂടെ സഞ്ചരിച്ച പോലീസ് തന്നിലേക്ക് എത്തുമെന്ന് ജലാലുദ്ദീൻ ഒരിക്കലും തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല.